നമസ്കാരം. ലോക്കൽ പോളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. മലപ്പുറത്തെ തർക്കം യുഡിഎഫിന് കീറാമുട്ടി. ഭിന്നത മുഴുവൻ തീർന്നില്ലെന്ന് ലീഗ്. മൂന്നിടത്ത് വെവ്വേറെ മത്സരിക്കാമെന്ന് മജീദ്. മത്സരമോഹം വേണ്ടെന്ന് ലാലി വിൽസന്റിനോട് പാർട്ടി. കോഴിക്കോട്ടെ മേയർ സ്ഥാനാർത്ഥിത്വം PM സുരേഷ് ബാബു തള്ളി. OK വാസുവും A അശോകനും കണ്ണൂരിൽ CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ. തൃശൂരിൽ മേയർ സ്ഥാനാർത്ഥിയായി മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവ് ഡോക്ടർ D ഷീലയെ മത്സരിപ്പിക്കാൻ CPIM തീരുമാനം. CMPക്കും സീറ്റ്. പാലക്കാട് JDU-യുമായി കോൺഗ്രസ് തർക്കം. കൃഷ്ണൻകുട്ടി വിഭാഗം പോയതോടെ JDU-വിന്റെ ശക്തി കുറഞ്ഞുവെന്ന് കോൺഗ്രസ് നേതൃത്വം. കോട്ടയത്ത് കേരള കോൺഗ്രസുമായുള്ള ചർച്ചയും തീരുമാനമാകാതെ വഴിമുട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷേധ വോട്ടിന് ആഹ്വാനം ചെയ്ത കൊഴിഞ്ഞാമ്പാറയിലെ ജനകീയ സമരക്കാർ ഇത്തവണ നേരിട്ട് മത്സരരംഗത്ത്. 3 പഞ്ചായത്തുകളിൽ മത്സരിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 12-ന് ശേഷം നിലപാടെന്ന് PC ജോർജ്. ACDF പിരിച്ചുവിട്ടിട്ടില്ല. സരിത പ്രേമികളും കാട്ടുകള്ളന്മാരും ജയിക്കരുത്. മലപ്പുറം UDF-ലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KPA മജീദ്. 3 പഞ്ചായത്തുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരുമെന്ന് മജീദ് പറഞ്ഞു. ജില്ലയിൽ ഒറ്റക്കെട്ടായി നിൽക്കാനാണ് ശ്രമമെന്നും KPA മജീദ് മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറത്തെ ലീഗ് കോൺഗ്രസ് പ്രാദേശിക തർക്കങ്ങൾ പരിഹരിക്കാൻ UDF നിയോഗിച്ച ഉപസമിതിക്ക് കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ഇടപെടും. ഇരു പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്തുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനാകില്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. 3 പഞ്ചായത്തുകളിൽ മുന്നണി ബന്ധമില്ലാതെ മത്സരിക്കേണ്ടി വരും. ഇവിടങ്ങളിൽ ലീഗ് സ്വന്തമായി തീരുമാനമെടുക്കും. റിബലുകൾക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുമെന്നും മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസിൽ KPA മജീദ് പറഞ്ഞു. അവർ മുന്നണി ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തുക്കും മുന്നണിയായിരിക്കും. അവിടെ പ്രാദേശികമായി യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ അവരെ വിട്ടതാണ്. അങ്ങനെയാണ് കഴിഞ്ഞാണ് മത്സരിച്ചത്. ഇത്തവണ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും അവിടെ സംഭവിക്കുക. അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ണൂരിലും ലീഗ് കോൺഗ്രസ് സീറ്റ് വിഭജന തർക്കങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തിൽ ജില്ലാ നേതൃത്വങ്ങൾ നടത്തിയ 2ാം ഘട്ട ചർച്ചയും പരാജയപ്പെട്ടു. 55 ഡിവിഷനുകളിൽ 25 വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. 17-ലധികം നൽകാനാകില്ലെന്ന് കോൺഗ്രസും നിലപാടെടുക്കുന്നു. ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് തീരുമാനം. റിപ്പോർട്ടർ, മലപ്പുറം, കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റിനോട് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചു. സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ KPCC ലാലി വിൻസെന്റിനോട് ആവശ്യപ്പെട്ടു. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ആരുടെയും പേര് ഉയർത്തിക്കാട്ടേണ്ടതില്ലെന്നും പാർട്ടി നേതൃത്വം തീരുമാനമെടുത്തു. കൊച്ചി കോർപ്പറേഷനിൽ 10 വർഷം പ്രവർത്തിച്ച പരിചയവും സാമുദായിക പരിഗണനകളും കണക്കിലെടുത്ത് KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ് UDF-നെ കൊച്ചിയിൽ നയിക്കുമെന്നായിരുന്നു സൂചന. മത്സരിക്കാൻ തയ്യാറാണെന്ന് ലാലി വിൻസെന്റ് അറിയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ KPCC ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാലും കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. എന്നാൽ ലാലി വിൻസെന്റിനോട് മത്സരിക്കേണ്ടെന്ന് KPCC നിർദ്ദേശിച്ചു. സംഘടനാ ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ടി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുമെന്നും ആർക്കെങ്കിലും വേണ്ടി മാറിക്കൊടുക്കുകയല്ലെന്നും ലാലി വിൻസെന്റ് അറിയിച്ചു. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി മാറിക്കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ചർച്ചയോ സംസാരമോ ഉണ്ടായിട്ടില്ല. UDF-ന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി വിനിയോഗിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിൽക്കേണ്ടതില്ല എന്നുമാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയും നിർദ്ദേശിക്കേണ്ടതില്ലെന്നും KPCC നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. 1-ലധികം പേരുകൾ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം മേയറെ തീരുമാനിച്ചാൽ മതിയെന്നാണ് പാർട്ടി നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ലാലി വിൻസെന്റിനെ പാർട്ടി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി, ദില്ലി. കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള പാർട്ടി നിർദ്ദേശം KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു നിരാകരിച്ചു. KPCC പ്രസിഡന്റിനെയും മുഖ്യമന്ത്രിയെയും സുരേഷ് ബാബു തീരുമാനം അറിയിച്ചു. അതിനിടെ UDF ജില്ലാ ചെയർമാൻ P ശങ്കരനും താനും കോർപ്പറേഷനിലേക്ക് മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായി PM സുരേഷ് ബാബുവിനെ ഉയർത്തിക്കാട്ടാനായിരുന്നു കോൺഗ്രസ് തീരുമാനം. കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ പാർട്ടി സുരേഷ് ബാബുവിന് നിർദ്ദേശവും നൽകി. പിന്നാലെ സുരേഷ് ബാബു കോർപ്പറേഷനിലേക്ക് പാർട്ടിയെ നയിക്കുമെന്ന് UDF ജില്ലാ ചെയർമാൻ P ശങ്കരൻ വിശദീകരിക്കുകയും ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി ശ്രീ PM സുരേഷ് ബാബു അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് മത്സരിക്കാൻ പാർട്ടി തയ്യാറായേക്കും. എന്നാൽ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന നിലപാടിലായിരുന്നു PM സുരേഷ് ബാബു. ഇക്കാര്യം KPCC പ്രസിഡന്റിനെയും മുഖ്യമന്ത്രിയെയും അറിയിക്കുകയും ചെയ്തു.
തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതായി വ്യാഖ്യാനിക്കുന്നതാണ് ഇഷ്ടമെന്നും സുരേഷ് ബാബു പ്രതികരിച്ചു. നിങ്ങൾക്ക് അങ്ങനെ വായിക്കാമെങ്കിൽ എനിക്കത് അങ്ങനെ വായിക്കുന്നതാണ് എനിക്കിഷ്ടം. UDF ജില്ലാ ചെയർമാൻ പി ശങ്കരനും താൻ മത്സരിക്കാനില്ലെന്ന നിലപാട് പാർട്ടിയെ അറിയിച്ചു. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ധാരാളമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചാൻസ് നമ്മളൊക്കെ എന്തെങ്കിലും ആയതല്ലേ. അതേസമയം സുരേഷ് ബാബുവിനുമേൽ സമ്മർദ്ദം വീണ്ടും ചെലുത്താനാണ് പാർട്ടി തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് സുരേഷ് ബാബുവിന്റെ ലക്ഷ്യമെന്നും പറഞ്ഞു കേൾക്കുന്നു. KR സാജു, റിപ്പോർട്ടർ, കോഴിക്കോട്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ യു രംഗത്ത്. ജനതാദൾ യുവിൽ നിന്നും കെ കൃഷ്ണൻകുട്ടി വിഭാഗം പുറത്തുപോയതിനാൽ അത്രയും സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. ജില്ലാ UDF നേതൃയോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. കഴിഞ്ഞ തവണ 33 പഞ്ചായത്തുകളിലും 6 ബ്ലോക്കുകളിലും ജില്ലാ പഞ്ചായത്തിന്റെ 2 ഡിവിഷനുകളിലുമാണ് ജനതാദൾ യു മത്സരിച്ചിരുന്നത്. ഇത്തവണ കൂടുതൽ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും സീറ്റ് നൽകണമെന്നാണ് ജനതാദൾ യുവിന്റെ ആവശ്യം. ജനതാദളിന് ശക്തിയുണ്ടായിരുന്ന ചിറ്റൂർ മേഖലയിൽ ഉൾപ്പെടെ കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രബല വിഭാഗം ജനതാദൾ എസിലേക്ക് മടങ്ങിപ്പോയതിനാൽ കഴിഞ്ഞ തവണ അനുവദിച്ച സീറ്റ് നൽകാനാകില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ലെന്ന് ജനതാദൾ യു ജില്ലാ കൺവീനർ ഭാസ്കരൻ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി പിളർന്നുള്ളത് സത്യമാണ്. പക്ഷേ ചിറ്റൂർ മേഖലകളിലെല്ലാം ഞങ്ങൾക്ക് പിളർന്നാലും ഞങ്ങളിൽ കൂടുതൽ ആൾക്കാർ ഉള്ളതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ചിറ്റൂർ മേഖലയിൽ പെരുമാറ്റി ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലം പട്ടഞ്ചേരി ആയാലും ഞങ്ങൾക്ക് നെമ്മാറിയാലും ഞങ്ങളിൽ നിന്നും പഴയ പാർട്ടിയിൽ നിന്നും ഒരാളും പോയിട്ടില്ല. കെ കൃഷ്ണൻകുട്ടി പാർട്ടി വിട്ടുപോയത് പെരുമാറ്റി പഞ്ചായത്ത് ഒഴികെ മറ്റെവിടെയും ബാധിച്ചിട്ടില്ലെന്നും അതിനാൽ കൂടുതൽ സീറ്റ് കിട്ടിയേ തീരുവെന്നും ജനതാദൾ യു അവകാശപ്പെടുന്നു. ജില്ലാ കോൺഗ്രസ് നേതൃത്വം അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ UDFന്റെ സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. മുസ്ലിം ലീഗും RSPയും കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. ഇന്ന് ചേരുന്ന UDF ജില്ലാ നേതൃയോഗത്തിൽ പ്രശ്നം ചർച്ച ചെയ്യും. റിപ്പോർട്ടർ, പാലക്കാട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ പദവി ലക്ഷ്യമിട്ട് 1/2 ഡസനോളം കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ജോൺസൺ ജോസഫിന്റെയും K മഹേശ്വരൻ നായരുടെയും പേരുകളാണ് പ്രചരിക്കുന്നത് എങ്കിലും ഒരു പുതുമുഖത്തെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനും ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷമേ നിശ്ചയിക്കുമെന്ന് DCC പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ള പറഞ്ഞു. 1995 മുതൽ തുടർച്ചയായി LDF ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളാണ് UDF ആസൂത്രണം ചെയ്യുന്നത്. ആകെയുള്ള 100 വാർഡുകളിൽ 51 മാത്രം വിജയം നേടിയാണ് 2010 തിരുവനന്തപുരം കോർപ്പറേഷൻ LDF നിലനിർത്തിയത്. വിമതരുടെ സാന്നിധ്യമായിരുന്നു പലയിടത്തും കഴിഞ്ഞ തവണ UDFന്റെ സാധ്യതകൾ ഇല്ലാതാക്കിയത്. എന്നാൽ ഇത്തവണ എല്ലാ പഴുതുകളും അടച്ചുള്ള പോരാട്ട തന്ത്രമാണ് UDF അണിയറയിൽ മെനയുന്നത്. അതുകൊണ്ട് തന്നെ മേയർ പദം ലക്ഷ്യമിട്ട് രംഗത്തുള്ളത് 1/2 ഡസനിലേറെ കോൺഗ്രസ് നേതാക്കളാണ്. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ജോൺസൺ ജോസഫ്, മുൻ പാർലമെന്ററി പാർട്ടി ലീഡർ മഹേശ്വരൻ നായർ എന്നിവരുടെ പേരുകളാണ് ആദ്യം മുതലേ പ്രചരിക്കുന്നതെങ്കിലും മറ്റു ചിലരും മേയർ കസേര ലക്ഷ്യമിടുന്നുണ്ട്. മുൻ MLA മാരായ T ശരത്ചന്ദ്ര പ്രസാദ്, ജോർജ് മെഴ്സിർ എന്നിവരുടെ പേരുകളും സജീവ പരിഗണനയിലാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് രംഗത്തെ പുതുമുഖങ്ങളായ KPCC സെക്രട്ടറി മണക്കാട് സുരേഷ്, മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും DCC വൈസ് പ്രസിഡന്റുമായ GS ബാബു എന്നിവരും മേയർ സ്ഥാനത്തേക്കുള്ള ബലപരീക്ഷണത്തിനുണ്ടാകും. എന്നാൽ മേയർ സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന ശീലം കോൺഗ്രസിന് ഇല്ലെന്ന് DCC പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ള പറഞ്ഞു. പാർട്ടി ഔദ്യോഗികമായി ഒരു സ്ഥലത്ത് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മേയർ സ്ഥാനാർത്ഥിയാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ജോൺസൺ ജോസഫിന്റെ പ്രതികരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി എന്താണ് തീരുമാനിക്കുന്നത്, ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മേയർ ഉണ്ടാവുക. പാർട്ടി നിർദ്ദേശിച്ചാൽ മാത്രമേ ഏതെങ്കിലും വാർഡിൽ മത്സരത്തിന് ഇറങ്ങുന്ന കാര്യം പോലും പരിഗണിക്കൂവെന്ന് മഹേശ്വരൻ നായരും വ്യക്തമാക്കി. പാർട്ടി ആദ്യം സ്ഥാനാർത്ഥികളെ നിർത്തട്ടെ, പാർട്ടി ആവശ്യപ്പെടുന്ന കാര്യം പിന്നെയില്ല. അതേസമയം UDFന് ഭരണം ലഭിച്ചാലും ഗ്രൂപ്പ് പരിഗണന തന്നെയായിരിക്കും മേയർ സ്ഥാനത്തേക്കുള്ള പ്രഥമ യോഗ്യത. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോട്ടയത്ത് ഇടതു വലതു മുന്നണികൾ സീറ്റ് വിഭജന ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ്. കേരള കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജനമാണ് കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം സെക്കുലർ കേരള കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ച ഇടതുപക്ഷത്തിനും കീറാമുട്ടിയായിട്ടുണ്ട്. കോട്ടയത്തെ ഏറ്റവും വലിയ പാർട്ടി ഏതാണ് എന്നതാണ് UDFലെ ഇപ്പോഴത്തെ പ്രധാന തർക്കം. വലിയ കക്ഷി തങ്ങളാണെന്നും അതിനാൽ തന്നെ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുമെന്നുമാണ് കോൺഗ്രസ് നിലപാട്. ജനപ്രതിനിധികളുടെ എണ്ണം നോക്കിയാൽ ഒന്നാമത്തെ പാർട്ടി തങ്ങളാണെന്ന് കേരള കോൺഗ്രസും പറയുന്നു. ഈ തമ്മിലടിയാണ് സീറ്റ് വിഭജന ചർച്ചകളിലെ പ്രധാന പ്രശ്നം. അതേസമയം UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് DCC അധ്യക്ഷൻ ടോമി കല്ലാനി പറഞ്ഞു. യാതൊരു വിരോധവുമില്ലാതെ എല്ലാവരോടും കൂടെ സൗഹാർദ്ദപരമായി പെരുമാറി എല്ലാ കക്ഷികൾക്കും അവരുടെ ശക്തിക്കനുസരണമായി അന്തസ്സിന് അനുസരണമായി സീറ്റ് വിഭജനം കോട്ടയം ജില്ലയിൽ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകളിൽ ഇടതുപക്ഷത്തിലും അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. എങ്കിലും പ്രധാന പ്രശ്നം സെക്യുലറുമായുള്ള സീറ്റ് വിഭജനമാണ്. UDFൽ ഉണ്ടായിരുന്നപ്പോൾ മത്സരിച്ച സീറ്റുകൾ വേണമെന്ന നിലപാടിലാണ് സെക്യുലർ. ഈ ചർച്ചകൾ 2 ദിവസത്തിനകം പൂർത്തിയാകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ പറഞ്ഞു. മീനച്ചി താലൂക്കിൽ ഏതാണ്ട് തീർന്നു.
അവരുമായിട്ടുള്ള ഈ നീക്കുപോക്കുകൾ. മറ്റേ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ അവരിപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് തീർന്നു. 2 ദിവസം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും പൂർണ്ണമാകും. ശനിയാഴ്ചയോടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, കോട്ടയം. കണ്ണൂരിൽ BJP വിട്ട് CPIM-ലെത്തിയ നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാൻ CPIM-ൽ ധാരണ. OK വാസുവിനോടും A അശോകനോടും മത്സരത്തിന് തയ്യാറാകാൻ പാർട്ടി നിർദ്ദേശം നൽകി. പാർട്ടി തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന് ഇരുവരും പ്രതികരിച്ചു. കണ്ണൂരിലെ BJP-യുടെ വളർച്ചയെ നെടുകെ പിളർത്തിയാണ് OK വാസുവും A അശോകനും CPM-ലേക്ക് എത്തിയത്. നേതാക്കൾക്കൊപ്പം ഒരു പറ്റം അണികളും എത്തിയതോടെ ചെറുവാഞ്ചേരി, അമ്പാടിമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ CPM വലിയ വേരോട്ടം നടത്തി. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് OK വാസുവിനെയും A അശോകനെയും മത്സരിപ്പിക്കാൻ CPM ധാരണയിലെത്തിയത്. പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് ഇരുവരും റിപ്പോർട്ടറോട് പറഞ്ഞു. പാർട്ടി അങ്ങനെ നിർബന്ധിക്കുവാണെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് ആലോചിക്കണം. അല്ല, സ്ഥാനാർത്ഥിയാകുന്നുള്ളൊരു സുഖരാമത്തുണ്ട്. എവിടെ എന്താണെന്നുള്ള പറ്റിയൊന്നും വലിയ ധാരണയില്ല. കൂത്തുപറമ്പ് ബ്ലോക്കിലായിരിക്കും A അശോകൻ മത്സരിക്കുക. OK വാസുവിനെ ജില്ലാ പഞ്ചായത്തിലേക്ക് പരിഗണിക്കാനും സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് മുൻ പരിചയമുള്ള OK വാസു 2 തവണ പാർലമെന്റിലേക്കും 3 തവണ നിയമസഭയിലേക്കും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ തവണത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്നു A അശോകൻ. പാർട്ടിയിലേക്ക് വരുന്നവർക്ക് അർഹമായ പരിഗണന നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുവരെയും മത്സര രംഗത്തേക്ക് CPM പരിഗണിക്കുന്നത്. കണ്ണൂരിൽ നിന്നും K ശശീന്ദ്രൻ, റിപ്പോർട്ടർ. തൃശൂർ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണിയിലെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മേയർ സ്ഥാനാർത്ഥിയായി മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലുമായ ഡോക്ടർ D ഷീലയെ മത്സരിപ്പിക്കാനാണ് CPIM-ന്റെ ശ്രമം. മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്ന CMP വിഭാഗത്തിനുൾപ്പെടെ സീറ്റുകൾ നൽകാനാണ് LDF-ലെ പ്രാഥമിക ധാരണ. കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് തൃശൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മേയർ സ്ഥാനാർത്ഥിയായി മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലുമായ ഡോക്ടർ D ഷീലയെ മത്സരിപ്പിക്കാനാണ് പ്രാഥമിക ധാരണ. സാംസ്കാരിക രംഗത്ത് സജീവമായ ഷീലയെ ചിയാരം വാർഡിലേക്കാണ് പരിഗണിക്കുന്നത്. മഹിളാ അസോസിയേഷൻ തൃശൂർ ഏരിയ കമ്മിറ്റി അംഗം സുലോചന പ്രേംകുമാറിനെ CN ബാലകൃഷ്ണന്റെ മകൾ ഗീതയ്ക്കെതിരെ രംഗത്തിറക്കാനുള്ള നീക്കവും ഇടതുമുന്നണി നടത്തുന്നുണ്ട്. ഓളരി വാർഡിലേക്കാണ് ഇവരെ പരിഗണിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം സമയബന്ധിതമായി പൂർത്തിയാകുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ട് മുന്നണിക്കകത്തുള്ളവരും മുന്നണിയുമായി സഹകരിക്കുന്നവരുമൊക്കെയായി ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥികളുടെ നിർണയം പൂർത്തീകരിക്കാനാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. CPIക്ക് പുറമെ ജനതാദൾ എസ്, കോൺഗ്രസ് എസ്, LDF-നൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ്, PC തോമസ് വിഭാഗം, NCP എന്നീ കക്ഷികൾക്ക് ഇക്കുറി കോർപ്പറേഷനിൽ സീറ്റുകൾ നൽകും. മുന്നണിക്കൊപ്പം നിൽക്കുന്ന CMPക്കും സീറ്റ് നൽകാൻ ധാരണയായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഘടകകക്ഷികളുമായി അസ്വാരസ്യങ്ങളില്ലാത്തതും വിഭാഗീയത പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടതും അനുകൂല ഘടകമാണെന്ന വിലയിരുത്തലിലാണ് തൃശൂരിലെ CPIM. കെട്ടുറപ്പോടെ മത്സരരംഗത്തിറങ്ങിയാൽ ഭരണവിരുദ്ധ വികാരത്തെ മുതലാക്കി വോട്ടുറപ്പിക്കാനാകുമെന്നാണ് ഇടതുമുന്നണിയുടെ വിശ്വാസം. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ. SNDP-യുമായുള്ള സഹകരണത്തിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് കൊല്ലം ജില്ലയിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. SNDP-യുടെ ആസ്ഥാനമായ കൊല്ലം കോർപ്പറേഷനിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കാനാകുമെന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ. NSS ഭാരവാഹികളായ സ്ഥാനാർത്ഥികളും BJP-ക്ക് ഉണ്ടാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് M സുനിൽ പറഞ്ഞു. ജില്ലയിൽ BJP-യുടെ പ്രാഥമിക സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായെങ്കിലും SNDP-യുമായുള്ള ധാരണ വ്യക്തമായ ശേഷമേ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകൂ. കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും മുനിസിപ്പാലിറ്റികളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനം. SNDP കൂടാതെ NSS-ലുള്ളവരും BJP സ്ഥാനാർത്ഥികളായി രംഗത്തെത്തുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് M സുനിൽ പറഞ്ഞു. SNDP മാത്രമല്ല, നമ്മൾ ബന്ധപ്പെടാവുന്ന മറ്റ് ചില സമുദായ സംഘടനകളും അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു വ്യക്തമായ ഒരു രൂപം നമുക്കിതുവരെ എത്തിയിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ അതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ വ്യക്തമായ ഒരു പിക്ചർ ആ കാര്യങ്ങളിൽ കിട്ടും. കോർപ്പറേഷൻ പരിധിയിലുള്ള SNDP ശാഖകളുമായി ബന്ധപ്പെട്ട് BJP നേതൃത്വം ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ കൊല്ലം സന്ദർശനം പാർട്ടി പ്രവർത്തകർക്കിടയിൽ പുത്തൻ ഉണർവ് നൽകിയിട്ടുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പരവൂർ, കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റികളും BJP പ്രതീക്ഷ അർപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. റിപ്പോർട്ടർ, കൊല്ലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷേധ വോട്ടിന് ആഹ്വാനം ചെയ്ത പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ ജനകീയ സമരക്കാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറങ്ങുന്നു. പറമ്പിക്കുളം ആളിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം ലഭ്യമാക്കാനുള്ള കനാൽ നിർമ്മാണം വൈകുന്നതിനെതിരെ പ്രക്ഷോഭം നടത്തിവരുന്ന സമരസമിതിയാണ് ഈ മേഖലയിലെ 3 പഞ്ചായത്തുകൾ മത്സരിക്കാൻ തീരുമാനിച്ചത്. പറമ്പിക്കുളം ആളിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം കൊണ്ടുപോകുന്നതിനായി മൂലത്തറ വലതുകര കനാലിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന സമരസമിതിക്കാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷേധ വോട്ടിന് ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കൊഴിഞ്ഞാമ്പാറ മേഖലയിൽ 10,000-ഓളം പേരാണ് നിഷേധ വോട്ട് ചെയ്തത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിഷേധ വോട്ടില്ലാത്തതും
മറ്റ് മുന്നണികൾക്കെതിരെ മത്സരിച്ച് അധികാരം പിടിക്കണമെന്ന അഭിപ്രായം ഉയർന്നതോടെയുമാണ് ഇവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വടകരപ്പതി, കൊഴിഞ്ഞാമ്പാറ, എരുത്തേമ്പതി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് ഇവർ മത്സരിക്കുക. ഇതിൽ വടകരപ്പതി പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സമര നേതൃത്വം. പതിറ്റാണ്ടുകളായി വരൾച്ച ബാധിത പ്രദേശമെന്ന് സർക്കാരടക്കം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംവിധാനം അത് തുടരുകയല്ലാണ്ട് അതിനൊരു മാറ്റം വരുത്താൻ ഇടത് വലത് മുന്നണികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. മൂലത്തറ കനാൽ നിർമ്മാണം സംബന്ധിച്ച് LDF, UDF മുന്നണികൾ തങ്ങളെ വഞ്ചിക്കുകയാണെന്നാരോപിച്ചാണ് ഇവർ പ്രചരണം നടത്തുക. വൻ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളാണിവ. CPIM-ന് വലിയ സ്വാധീനമില്ലാത്ത മേഖലയായതിനാൽ ഈ മുന്നണിയെ പിന്തുണയ്ക്കാനും സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, പാലക്കാട്. ബാർ വിഷയം കേരള രാഷ്ട്രീയത്തിൽ ഒന്നാകെ ചൂടുപിടിച്ചപ്പോൾ കാഞ്ഞങ്ങാട് നഗരസഭയിൽ UDF-ലെ മുഴുവൻ അംഗങ്ങൾക്കും സസ്പെൻഷൻ പോലും വാങ്ങിക്കേണ്ടി വന്നു. അങ്ങനെയാണ് JDU-വിന് കേരളത്തിലെ ഒരേ ഒരു നഗരസഭയുടെ ഭരണതലപ്പത്ത് അധികാരത്തിലെത്താൻ അവസരം കിട്ടുന്നത്. UDF ഭരിക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിൽ ബാറിന് നിരാക്ഷേപ പത്രം നൽകിയതിലൂടെ മുസ്ലിം ലീഗിന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങൾക്കും അധികാര സ്ഥാനങ്ങളിൽ നിന്നും ഒഴിയേണ്ടി വന്നു. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ചർച്ചാ വിഷയമായി കാഞ്ഞങ്ങാട് നഗരസഭ. UDF-ലെ 11 സീറ്റുള്ള മുസ്ലിം ലീഗും 8 സീറ്റുള്ള കോൺഗ്രസും 1 സീറ്റുള്ള ജനതാദളും യോജിച്ചിട്ടാണ് ഇവിടെ ഭരണസാരഥ്യത്തിലാതെ എത്തിയിട്ടുള്ളത്. ബാർ കോഴ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സംസ്ഥാന നേതൃത്വം അവർക്കെതിരായ നടപടി സ്വീകരിച്ച സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജനതാദളിന് ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. NOC വിഷയത്തിൽ ലീഗിലെ 11 കൗൺസിലർമാർക്കെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുകയും ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ തൽസ്ഥാനം രാജിവെക്കുകയുമായിരുന്നു. പിന്നീട് നാടകീയമായ രംഗങ്ങൾക്കാണ് കാഞ്ഞങ്ങാട് നഗരസഭ സാക്ഷ്യം വഹിച്ചത്. പുറത്താക്കപ്പെട്ട കോൺഗ്രസിലെ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി രാജിക്ക് സന്നദ്ധനാകാതെ നിന്നതോടുകൂടി UDF-നകത്ത് വിള്ളലുകൾ സൃഷ്ടിച്ചു. ഇതോടെ കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഏക SJD കൗൺസിലറായ K. ദിവ്യയാണ് UDF പാനലിൽ മത്സരിച്ച് 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത്. ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ CPM-ന് 18 വോട്ടിനെതിരെ 19 വോട്ട് നേടിയാണ് UDF ഭരണം നിലനിർത്തിയത്. നിലവിൽ BJP-ക്ക് 5 അംഗങ്ങളുണ്ട്. വിവാദക്കാറ്റ് ആഞ്ഞുവീശിയ കാഞ്ഞങ്ങാട് നഗരസഭ ഇക്കുറി തിരിച്ചുപിടിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. അതേസമയം ബാർ വിഷയമുണ്ടാക്കിയ പൊല്ലാപ്പിൽ നിന്നും കരകയറാനാകാത്ത അവസ്ഥയിലുമാണ് UDF. റിപ്പോർട്ടർ, കാസർഗോഡ്. സ്വന്തം വാർഡിലെ റോഡ് പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു കൗൺസിലറുണ്ട് കോഴിക്കോട്. മറ്റുള്ളവർ മറന്നാലും കോഴിക്കോട്ടുകാർക്ക് കൗൺസിലർ സത്യഭാമയെ മറക്കാനാവില്ല. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പാർട്ടിക്ക് കളങ്കമുണ്ടാക്കിയെന്ന് പറഞ്ഞ് UDF പോലും തന്നെ തള്ളിപ്പറഞ്ഞെന്നും അതിനാൽ ഇനിയൊരു മത്സരത്തിനില്ലെന്നും സത്യഭാമ പറയുന്നു. ഇത് കോഴിക്കോട് കോർപ്പറേഷനിലെ 71-ാം വാർഡിലെ കൗൺസിലർ സത്യഭാമ. ഇങ്ങനെ പേര് പറഞ്ഞാലൊന്നും ആരും ഓർക്കണമെന്നില്ല. എന്നാൽ റോഡിനു വേണ്ടി മേയർക്ക് മുന്നിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ ചിലരെങ്കിലും ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. അന്ന് ഈ ആത്മഹത്യാശ്രമം ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് UDF-ന് കളങ്കമുണ്ടാക്കിയെന്ന് പറഞ്ഞ് പാർട്ടി പോലും തന്നെ തള്ളിപ്പറഞ്ഞെന്നും സത്യഭാമ പറയുന്നു. പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കാരെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ചീത്തപ്പേരായി. അവരെ സംബന്ധിച്ചോളം ഞാൻ എന്തോ ഒരു മഹാപാതകം ചെയ്തതുപോലെയാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് ഈ ഒരു അനുഭവം വരാത്തത് കൊണ്ടാണ് എൻ്റെ ഭാഗത്തു നിന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇനി കൗൺസിലർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച റോഡിന്റെ അവസ്ഥയൊന്ന് കാണുക. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മിക്ക പാർട്ടിക്കാരും കൗൺസിലിലെത്തിയതെന്നാണ് സത്യഭാമയുടെ ആരോപണം. ഈ അഴിമതി കണ്ടു മടുത്തതിനാൽ ഇനി ഒരു മത്സരത്തിന് താനില്ലെന്നും സത്യഭാമ പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്. SNDP BJP ബന്ധത്തെക്കുറിച്ച് തൽക്കാലം ഒന്നും പറയുന്നില്ലെന്ന് PC ജോർജ്. BSDP ആ സഖ്യവുമായി സഹകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ACDF പിരിച്ചുവിട്ടിട്ടില്ലല്ലോ എന്നായിരുന്നു ജോർജിന്റെ മറുപടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീരുമാനം 12-ന് ശേഷം പറയുമെന്നും ജോർജ് പറഞ്ഞു. അത് ഒരു 12-ാം തീയതി കഴിയട്ടെ, എങ്ങനെ പറയും നോക്കിയിട്ട് ഞാൻ പണി പറയാം. സരിതപ്രേമികളും കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും അഴിമതിക്കാരും വരാതിരിക്കാൻ നിങ്ങൾ കൂടി പരിശ്രമിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. Flexi Life Easy Electronics and Home Appliances. മലപ്പുറത്തെ തർക്കം UDF-ന് കീറാമുട്ടി. ഭിന്നത മുഴുവൻ തീർന്നില്ലെന്ന് ലീഗ്. 3 വെവ്വേറെ മത്സരിക്കാമെന്ന് KP മജീദ്. മത്സരമോഹം വേണ്ടെന്ന് ലാലി വിൽസന്റിനോട് പാർട്ടി. കോഴിക്കോട്ടെ മേയർ സ്ഥാനാർത്ഥിത്വം PM സുരേഷ് ബാബു തള്ളി. OK വാസുവും A അശോകനും കണ്ണൂരിൽ CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ. തൃശൂരിൽ മേയർ സ്ഥാനാർത്ഥിയായി മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവ് ഡോക്ടർ D. ഷീലയെ മത്സരിപ്പിക്കും. CMPക്കും സീറ്റ് നൽകും. പാലക്കാട് കൂടുതൽ സീറ്റ് വേണമെന്ന് ജനതാദൾ യുണൈറ്റഡ്. കൃഷ്ണൻകുട്ടി വിഭാഗം പോയതോടെ JDU-വിന്റെ ശക്തി കുറഞ്ഞുവെന്ന് കോൺഗ്രസ് നേതൃത്വം. കോട്ടയത്ത് കേരള കോൺഗ്രസുമായുള്ള ചർച്ചയും തീരുമാനമാകാതെ വഴിമുട്ടി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷേധ വോട്ടിന് ആഹ്വാനം ചെയ്ത കൊഴിഞ്ഞാമ്പാറയിലെ ജനകീയ സമരക്കാർ ഇത്തവണ നേരിട്ട് മത്സരരംഗത്ത് 3 പഞ്ചായത്തുകളിൽ മത്സരിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 12-ന് ശേഷം നിലപാടെന്ന് PC ജോർജ്. ACDF പിരിച്ചുവിട്ടിട്ടില്ല. ചരിത്രപ്രേമികളും കാട്ടുകളന്മാരും തെരഞ്ഞെടുപ്പിൽ ജയിക്കരുത്. ലോക്കൽ പോളിംഗ് അവസാനിച്ചു. ഇനി നാളെ. നമസ്കാരം.